Okay, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ് ടൈം ഇതാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ തൊട്ട് മുമ്പ് എന്താണ് സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ് ടൈം എന്നും അത് നമ്മൾ എക്കണോമെട്രിക് മോഡലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകതകളും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതായത് സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ് ടൈം അതല്ലെങ്കിൽ യു പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യു എന്നുള്ള ടൈമാണ് ഉപയോഗിക്കുക, ഡിസ്റ്റർബൻസ് ടൈം അല്ലെങ്കിൽ എറർ ടൈം എന്ന് വിളിക്കും. ഈ എറർ ടൈം റെപ്രസെന്റ് ചെയ്യുന്നത് മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്നാൽ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ സ്വാധീനിക്കുന്ന എല്ലാ ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ നിലനിൽക്കുന്നത്. സോ ഇവിടെ എഴുതിയിട്ടുണ്ട് ദ ഡിസ്റ്റർബൻസ് ടൈം യു ഐ ഈസ് എ surrogate for all those variables that are omitted from the model but are collectively affect y. എന്തുകൊണ്ട് നമ്മൾ ഒരു ചോദ്യം ഉടൻ തന്നെ വരുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഒരു മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ ചെയ്തുകൂടാ, എന്തിന് യു എന്നുള്ള വേരിയബിൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം? അപ്പൊ അതിന് റീസൺസ് ആയിട്ട് വേരിയസ് റീസൺസ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് വേഗ്നെസ് ഓഫ് ദ തിയറി. എല്ലാ ഇൻഡിപെൻഡന്റ് വേരിയബിളും എക്കണോമിക് തിയറിയിൽ ഇൻക്ലൂഡഡ് ആവണമെന്നില്ല, അല്ലെങ്കിൽ എക്കണോമിക് തിയറിയിൽ ഇൻക്ലൂഡഡ് ആവാത്ത വേരിയബിൾസ് വരെയും ഡിപ്പെൻഡന്റ് വേരിയബിളിനെ സ്വാധീനിക്കാം. അപ്പോൾ തിയറി വേഗ് ആണെങ്കിൽ വി ബെറ്റർ യൂസ് സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ഇൻ എക്കണോമെട്രിക് മോഡൽ. രണ്ടാമത്തത് വി നോ ദാറ്റ് സം വേരിയബിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി സിഗ്നിഫിക്കൻറ്റ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഡു നോട്ട് ഹാവ് data regarding that. If we do not have data, we cannot make econometric estimation. So unavailability of data induces us to use stochastic variable instead. അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തത് core variables versus peripheral variables. Some variables are core variables. We cannot exclude them. But some variables are peripheral variables. We need not to spend much time and much energy for collecting data on these variables, peripheral variables. So we better use stochastic variable to represent peripheral variables. Core variables നമുക്ക് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. Core variables ഒഴിവാക്കിയാൽ നമ്മുടെ ഡാറ്റയുടെ സ്ട്രെങ്ത് നഷ്ടപ്പെടും. അതേസമയം പെരിഫറൽ വേരിയബിൾസിന് പകരം അത് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് എനർജിയും ഒരുപാട് പണമൊന്നും സ്പെൻഡ് ചെയ്യണമെന്നില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ലെസ് ആയിരിക്കും. ദാറ്റ്സ് വൈ വി കോൾ ദം പെരിഫറൽ വേരിയബിൾസ്. സോ വി ക്യാൻ ബെറ്റർ യൂസ് എ റാൻഡം വേരിയബിൾ ടു റെപ്രസെൻറ്റ് ദിസ് സ്റ്റോക്കാസ്റ്റിക് റാൻഡം വേരിയബിൾ ഓർ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ടു റെപ്രസെൻറ്റ് ദീസ് പെരിഫറൽ വേരിയബിൾസ്. ഇതാണ് നമ്മൾ മൂന്നാമത് പഠിച്ചത്. നാലാമത് പഠിച്ചത് however we succeed to include all the relevant variables due to the intrinsic randomness of human nature, we better use stochastic variable in our model. അതായത് നമ്മൾ എത്രത്തോളം റെലവെന്റ് ആയിട്ടുള്ള വേരിയബിൾസ് നമ്മൾ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്താലും ഈ മനുഷ്യ സ്വഭാവത്തിന്റെ ഒരു റാൻഡംനെസ്, അതിൽ സ്വതസിദ്ധമായി ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു റാൻഡംനെസ് എന്ന് പറയുന്നത് സെർട്ടനിറ്റി ഇല്ലാത്ത അവസ്ഥ, ഒരിക്കലും വ്യക്തത കുറവുണ്ട്, ചാൻസ് ഉണ്ട്, അവിടെ ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യ സ്വഭാവത്തിൽ എല്ലാവർക്കും നമുക്ക് കൃത്യമായ ഒരു പാറ്റേൺ ഒന്നുമില്ല. ഹ്യൂമൻ ബിഹേവിയറിന് ഒരു കൃത്യമായ പാറ്റേൺ ഇല്ല. ഇന്ന സിറ്റുവേഷനിൽ എല്ലാവരും ഇന്ന പോലെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു പാറ്റേൺ ഒന്നുമില്ല. പലരും പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. സോ ദാറ്റ് റാൻഡംനെസ് ഈസ് ദർ. And due to this intrinsic randomness of human behavior, we are actually studying about human behavior. For consumption behavior ആണെങ്കിലും നമ്മൾ എന്തൊക്കെയാണെങ്കിൽ എക്കണോമിക് വേരിയബിൾസ് നമ്മൾ that human behavior comes into action. അപ്പോൾ നമുക്ക് ആ ഹ്യൂമൻ ബിഹേവിയറിന്റെ ഇൻട്രിൻസിക് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ we better use stochastic variable in our model. അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞത് poor proxy variables. We may use proxy variables, substitute variables. പക്ഷെ ചില കാര്യത്തിൽ നമുക്ക് പുവർ പ്രോക്സി വേരിയബിൾസ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മിൽട്ടൺ ഫ്രീഡ്മാന്റെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ്. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് അനുസരിച്ച്
ദ പെർമനന്റ് കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് പെർമനന്റ് ഇൻകം. ഇതാണ് അദ്ദേഹം കൺസിഡർ ചെയ്തത്. പെർമനന്റ് കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് പെർമനന്റ് ഇൻകം. രണ്ട്, നോട്ട് എ കറന്റ് കൺസംഷൻ, ഇറ്റ് ഈസ് എ പെർമനന്റ് കൺസംഷൻ which is a function of not the current income or the present income but the permanent income. അപ്പോൾ രണ്ട് വേരിയബിൾ ആണ് അവിടെ ഉള്ളത്. ഒന്ന് പെർമനന്റ് കൺസംഷനും ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് പെർമനന്റ് ഇൻകം ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഡു നോട്ട് ഹാവ് ഡാറ്റ ഓൺ ദീസ് ടു, പെർമനന്റ് കൺസംഷൻ ആൻഡ് പെർമനന്റ് ഇൻകം. അപ്പൊ നമ്മളതിനെ നമുക്കതിനെ പ്രോക്സി വേരിയബിൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കറന്റ് കൺസംഷനും കറന്റ് ഇൻകവുമാണ്. കാരണം പെർമനന്റ് കൺസംഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ അതിന് പകരം കറന്റ് കൺസംഷൻ എടുക്കും മെഷർ ചെയ്യാനായിട്ട്. പെർമനന്റ് ഇൻകവും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പാടാണ്. അപ്പൊ നമ്മൾ ഒബ്സർവബിൾ ആയിട്ടുള്ള കറന്റ് ഇൻകം എടുക്കും അതിന് പകരം. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ നമുക്ക് എറേഴ്സ് ഓഫ് മെഷർമെന്റ് ഉണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ഡാറ്റയെ മെഷർ ചെയ്യാനായിട്ട്, ആ തിയറിയെ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ പൂർ പ്രോക്സി വേരിയബിൾസ് ഉപയോഗിക്കാൻ നേരത്ത് അതിന്റെ കൂടെ നമ്മൾ സ്റ്റോക്കാസ്റ്റിക് വേരിയബിളും കൂടി ഉപയോഗിക്കും. അതാണ് മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തു നിങ്ങൾ? ഹലോ സ്റ്റുഡൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അതാണ് ഞാൻ സ്പീഡിൽ പോയത്. നിങ്ങൾക്ക് അത് മനസ്സിലായോ? ക്ലിയർ ആണ്. ഓക്കെ, ശരി. ഇനി 6ാമത്തെ ഫാക്ടറിലേക്ക് വരികയാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി. പാഴ്സിമണി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അത് ശരിക്കും എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഡിസ്ക്രിപ്ഷൻസ് ബി കെപ്റ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ until proved inadequate. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോഴും അത് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കാം. ഇത് പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണിയാണ്. അത് ഇന്നാഡ്വക്കേറ്റ് ആവുന്നില്ലെങ്കിൽ അത് അപര്യാപ്തമല്ല എങ്കിൽ ഏറ്റവും ലളിതമായി പറയാൻ ശ്രമിക്കുക. അപര്യാപ്തമാണ് എങ്കിൽ നമ്മൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ചെയ്ത് പറയണം. പക്ഷെ അത് പര്യാപ്തമാണ് എങ്കിൽ ഏറ്റവും ലളിതമായി പറയുന്നതാണ് നല്ലത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി എന്ന് പറയുന്നത്. ഇത് ഒക്കാംസ് റേസർ എന്ന് പറയുന്ന ഒരു ലോ, അദ്ദേഹത്തിന്റെ ഒരു ലോയിൽ പറയുന്ന ഒരു കാര്യമാണ് ഒക്കാംസ് റേസർ. അത് ഒരു വേൾഡ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നുണ്ട് ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ഏറ്റവും ലളിതമായി പറയാൻ പറ്റുമെങ്കിൽ അത് പര്യാപ്തമാണെങ്കിൽ അത് മതി എന്നാണ്. അപ്പൊ ഇവിടെ ഇവിടുത്തെ മീനിങ് എന്താണ്? നമുക്ക് ഈ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ പര്യാപ്തമാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ആ മോഡലിനെ കോംപ്ലക്സ് ആക്കും. സോ അതിനെല്ലാം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ചെയ്യാൻ പറ്റുകയും ആ സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന് മറ്റു ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുകയും ചെയ്താൽ, പര്യാപ്തമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുകയും ചെയ്താൽ ദെൻ കീപ് ഇറ്റ് ദാറ്റ് വേ, ആ രീതിയിൽ നിലനിർത്തുക. അതിനെയാണ് നമ്മൾ എ ഡിസ്ക്രിപ്ഷൻ ടു ബി കെപ്റ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ അൺടിൽ പ്രൂവ്ഡ് ഇന്നാഡിക്വേറ്റ്. ഇന്നാഡിക്വേറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ ചില സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വേരിയബിൾസ് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ 1, 2, 3 വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എക്സ്പ്ലനേറ്ററി വേരിയബിൾ നമ്മൾ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്തു. ബാക്കിയുള്ള 4-5 മോഡൽസ് ഉണ്ട്. പക്ഷെ അതിന് 4-5 ഇൻഡിപെൻഡന്റ് വേരിയബിളും കൂടി ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അത് അത്ര സിഗ്നിഫിക്കന്റ് അല്ല എങ്കിൽ സിംപ്ലിസിറ്റിയുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് അത് ഒഴിവാക്കാം. മറിച്ച് അതിനെ റെപ്രസെന്റ് ചെയ്ത ഒരു സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും. അത് പര്യാപ്തമാണെങ്കിൽ, അതാണ് അതിന്റെ കണ്ടീഷൻ. പര്യാപ്തമാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആക്കുക. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, റോങ് ഫങ്ഷണൽ ഫോം. നമ്മൾ നേരത്തെ ഒരു ജനറൽ ഫങ്ഷണൽ ഫോം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഫോംസും നമ്മൾ പറഞ്ഞിരുന്നു.
ഏതൊക്കെ ഫങ്ഷണൽ ഫോംസ് നിങ്ങൾക്ക് അറിയാം? നിങ്ങൾക്ക് ഇപ്പോൾ സോഫാർ അറിയാവുന്ന ഫങ്ഷണൽ ഫോംസ് എന്തൊക്കെയാണ്? നമ്മൾ ജനറലി പറയുന്ന ഫങ്ഷണൽ ഫോം എങ്ങനെയാണ്? y is a function of x, f of x. അതാണ് ജനറൽ ഫങ്ഷണൽ ഫോം. പക്ഷെ ആ എഫിന് പല രീതിയിലാവാം ഫങ്ഷണൽ ഫോംസ്. ഏതൊക്കെ ഫങ്ഷണൽ ഫോംസ് നിങ്ങൾക്ക് അറിയാം സോഫാർ ഈ ക്ലാസ് കേട്ടിട്ട്? എനി ഐഡിയ? ഫങ്ഷണൽ ഫോംസ്, ഒരു ഫങ്ഷണൽ ഫോം എന്ന് പറയാനോ? ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഫോം? ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഫങ്ഷണൽ ഫോംസ് ആണ്. പക്ഷെ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഫോം നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നതാണ് ഫങ്ഷണൽ ഫോംസ്. എനി ഐഡിയ? y given xi is equal to function of xi. ഫങ്ഷണൽ ഫോം ആണ് ഞാൻ ചോദിച്ചത്. ഫങ്ഷന്റെ പേര്, ഫങ്ഷന്റെ പേരെന്താണ്? ആ ഇപ്പൊ എന്താ പറഞ്ഞത്? ഫങ്ഷണൽ ഫോം എന്നോട് പറഞ്ഞേ. y given xi is equal to function of xi. ഓക്കെ, അത് ജനറൽ ഫോം ആണ്. ആ എഫിന് പല രീതിയിലാവാനായിട്ട് പറ്റും ഫങ്ഷൻ. ഇപ്പൊ പറഞ്ഞത് ഒരു ജനറൽ ഫങ്ഷണൽ ഫോം ആണ് പറഞ്ഞത്. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi is a function of f of xi, അല്ലേ? അത് ജനറൽ ഫോം ആണ്. ആ പറഞ്ഞോളൂ. ലീനിയർ ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷൻ, ലീനിയർ ഫങ്ഷണൽ ഫോം ഒരു ഫങ്ഷണൽ ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും അത്? ഈ ജനറൽ ഫങ്ഷണൽ ഫോമിനെ നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ കൺവേർട്ട് ചെയ്യും ലീനിയറിലോട്ട്? അതായത് ഈ ജനറൽ ഫങ്ഷണൽ ഫോമിനെ നമുക്ക് പല രീതിയിൽ കൺവേർട്ട് ചെയ്യാം. അപ്പൊ അത് ലീനിയർ ഫങ്ഷണൽ ഫോം ആണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യും? അതിനെ നമ്മള് e of y given xi is equal to yes, you are right, beta 1 plus beta 2 xi. Yeah, expected value of y given xi is equal to beta 1 plus beta 2 xi. It is linear functional form. Why it is linear functional form? അതിന്റെ എന്താണ് വേരിയബിളിന്റെ പവർ 1 ആയിരിക്കും. വേരിയബിളിന്റെ പവർ 1 ആയില്ലെങ്കിലും കുഴപ്പമില്ല. പാരാമീറ്ററിന്റെ the parameters should be linear. That is compulsory. ലീനിയർ ഫങ്ഷണൽ ഫോമിൽ മറ്റേത് നമുക്ക് ലീനിയർ അല്ല. നമ്മളിപ്പോൾ റേസ് ടു എക്സ് റേസ് ടു ദ പവർ 2 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ ലീനിയർ ഫംഗ്ഷൻ, ദാറ്റ് ഇസ് നോൺ ലീനിയർ, ദാറ്റ് ഇസ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. റേസ് ടു ദ പവർ 2 ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. അതല്ലെങ്കിൽ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടാവും, ഇ റേസ് ടു ദ പവർ ബീറ്റ 1 പ്ലസ് ബീറ്റ 2 xi എന്നൊക്കെ എഴുതുകയാണെങ്കിൽ that is exponential function. Then raised to the power cube വരുമ്പോൾ that is raised to the power 3 വരുമ്പോൾ that is cubic function. അങ്ങനെ പല ഫങ്ഷണൽ ഫോംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഫങ്ഷണൽ ഫോമാണ് എടുക്കേണ്ടത്? അത് ചിലപ്പോൾ നമ്മൾ തെറ്റായ ഫങ്ഷണൽ ഫോമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിൽ കാണാൻ പറ്റും. നമുക്കറിയാൻ പറ്റും സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ, മറിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന ഡിപ്പെൻഡന്റ് വേരിയബിളിനേക്കാളും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ മീനിങ് എങ്കിൽ, ദെൻ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫങ്ഷണൽ ഫോം തെറ്റാണെന്നാണ്. അപ്പോൾ ഫങ്ഷണൽ ഫോം ഏത് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് തിയറിയാണ്. നമ്മൾ തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ഫങ്ഷണൽ ഫോം എടുക്കുന്നത്. നമ്മൾ പഠിക്കുന്ന തിയറി, ഇപ്പോൾ ഡിമാൻഡും പ്രൈസും തമ്മിലൊക്കെയുള്ള റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള റിലേഷൻ. അതിൽ നമുക്ക് ലീനിയർ ഫംഗ്ഷൻ എടുക്കാം, ലീനിയർ ഫങ്ഷണൽ ഫോം എടുക്കാം. പക്ഷെ നമ്മൾ കോസ്റ്റിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം കോസ്റ്റിന്റെ നേച്ചർ എന്ന് പറയുന്നത് ആദ്യം ഡിക്രീസ് ചെയ്തിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്യുന്ന നേച്ചർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ക്വാഡ്രാറ്റിക് ഫോം ആയിരിക്കും എടുക്കുക. ക്വാഡ്രാറ്റിക് ഫോം ചില കാര്യങ്ങളിൽ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും എടുക്കുക, അതല്ലെങ്കിൽ ചിലത് നമ്മൾ ക്യൂബിക് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ തിയറീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ തിയറിറ്റിക്കൽ റിലേഷൻ എങ്ങനെയാണ് നോക്കിയിട്ടാണ് നമ്മൾ ഫങ്ഷണൽ ഫോം എടുക്കുക. But if there is a wrong functional form, then it will be reflected in stochastic variable. So it is better to use stochastic variable in an econometric model. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്?
നമ്മൾ ഇത്രയും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാണ്. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ് ടൈം? വൺ ഈസ് വേഗ്നെസ് ഓഫ് ദ തിയറി, സെക്കൻഡ് ഈസ് അൺഅവൈലബിലിറ്റി ഓഫ് ഡാറ്റ, തേർഡ് core variable versus peripheral variable, fourth intrinsic randomness of human behavior, 5 poor proxy variables, 6 principle of parsimony, 7 wrong functional form. Okay, ഏഴ് കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിച്ചത്. അതിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചേക്കട്ടെ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി? പാഴ്സിമണി പ്രിൻസിപ്പിൾ എന്താണ്? മനസ്സിലായോ? ഒന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്താണ്. എനിവൺ? ആർക്കെങ്കിലും? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ പറഞ്ഞാൽ മതി. അതായത് എന്താണ് പാഴ്സിമണി എന്നുള്ളത് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയത്? പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി. എല്ലാരും പോയി കളഞ്ഞോ അവിടുന്ന്? എനിവൺ? ആർക്കെങ്കിലും? എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി? മനസ്സിലായില്ലേ നിങ്ങൾക്കത്? ആർക്കെങ്കിലും ഉത്തരം? എനിക്ക് തോന്നുന്നു മനസ്സിലായില്ലെന്ന് തോന്നുന്നു അല്ലേ? പാഴ്സിമണി മനസ്സിലായില്ല. എന്താണ് പാഴ്സിമണി പറയുന്നതെന്ന് വെച്ച് രേവതിയാണോ പറയാനായിട്ട് ശ്രമിക്കുന്നത്? അല്ല സാറേ, ഞാൻ ആ പാഴ്സിമണിയുടെ സമയത്ത് കേട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ആരെങ്കിലും കേട്ടവരുണ്ടോ പാഴ്സിമണി? ആരുമില്ലേ? ചാറ്റ് ബോക്സിൽ പേരൊന്നും കാണുന്നില്ലല്ലോ. അഞ്ജലി ഉണ്ടോ? അഞ്ജലി, അന്ന, അനഘ, സന്ദീപ്, തസ്ലീമ, ഇവരുടെയൊക്കെ പേരടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. തസ്ലീം ഉണ്ടല്ലോ ഇവിടെ. തസ്ലീമ ഭക്ഷണം കഴിക്കാൻ പോയോ? സാർ അന്നേരം ക്ലിയർ ആവണ്ടായില്ലായിരുന്നു. വോയിസ് ക്ലിയർ ആയിരുന്നല്ലേ? ഇല്ല, പറഞ്ഞത് ക്ലിയർ ആയില്ലായിരുന്നു. ആണോ? ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പിന്നെ കട്ടായി പോവായിരുന്നു. അത് ഇവിടെ നെറ്റ് സ്ലോ ആയിട്ടാ. ഓക്കെ, ശരി. ഞാൻ ഒന്നുകൂടി പറയാം. പാഴ്സിമണി നമ്മള് ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, പോയിന്റുകളൊക്കെ പോയിന്റ് ക്ലിയർ ആയി. ഓക്കെ. പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കാം. അത് പര്യാപ്തമാണെങ്കിൽ ഏറ്റവും ലളിതമായി കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നത് പറയുന്നതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് മോഡൽ സിമ്പിൾ ആവോ കോംപ്ലക്സ് ആവോ? നിങ്ങൾ അതിനൊന്ന് ഉത്തരം പറഞ്ഞു. ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് മോഡല് സിമ്പിൾ ആവോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആവോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ മോഡൽ കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കും അല്ലേ? എണ്ണം കൂടുന്നതനുസരിച്ച്. ഇപ്പൊ സപ്പോസ് നമുക്ക് അറിയാം ഒരു 5 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് നമുക്ക് അറിയാം, അത് വൈനെ സ്വാധീനിക്കുന്നതെന്ന് അറിയാം. ഓക്കെ. പക്ഷെ അതില് 3 കാര്യമായ സ്വാധീനമൊന്നും ഇല്ല എന്ന് നമുക്ക് തിയറി പറയുന്നു. അത്ര വലിയ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്വാധീനമൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു നമ്മൾ ഇൻകം കൺസംഷന്റെ തിയറി പറയാൻ നേരത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്കറിയാം ഇൻകം ആണെന്ന് അറിയാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ കുറച്ച് വേരിയബിൾ കൂടി പറഞ്ഞിരുന്നു. സൈസ് ഓഫ് ഫാമിലി, അതേപോലെ തന്നെ ജെൻഡർ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇങ്ങനെ പല വേരിയബിൾസും. ഇപ്പൊ ചില വേരിയബിൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല സിംപ്ലിസിറ്റിക്ക് വേണ്ടി. പക്ഷെ അത് പര്യാപ്തമാണെങ്കിൽ, അത് അപര്യാപ്തമാണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വേരിയബിൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഒഴിവാക്കുന്ന
കാരണം ആ ഒഴിവാക്കുന്ന വേരിയബിൾസ് വൈൻ്റെ മേലിൽ കാര്യമായ സിഗ്നിഫിക്കൻസ് ചെലുത്തുന്നില്ലെങ്കിൽ, അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ, നമ്മൾ അതിന് പകരം നമ്മൾ ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് പകരം യു ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം മോഡൽ കുറച്ചും കൂടി സിമ്പിളായി. കാരണം എന്താണ്, ഒരു 4-5 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉപയോഗിക്കുന്നതിന് പകരം ആ 3 വേരിയബിൾസിനെ എല്ലാം കൂടി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു, യു എന്നുള്ള സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ഉപയോഗിക്കുന്നു. അപ്പൊ ലളിതമാക്കുക, പര്യാപ്തമാണെങ്കിൽ ലളിതമാക്കുക, അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് പാഴ്സിമണി എന്ന് വിളിക്കുന്നത്. പര്യാപ്തമാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ആഡക്വേറ്റ്, മേക്ക് ഇറ്റ് സിമ്പിൾ, ദാറ്റ് ഈസ് പാഴ്സിമണി. മനസ്സിലായോ ഇപ്പോൾ? മനസ്സിലായി സർ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ 7 പോയിന്റ്സ് ആണ് സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ പ്രാധാന്യം കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ നമ്മൾ PRF എന്നാണ് വിളിക്കുന്നത്. PRF എന്താണ്? PRFന്റെ ഫുൾ ഫോം? പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. യെസ്, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. പോപ്പുലേഷൻ എന്താണെന്ന് അറിയാലോ? പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന എൻറ്റയർ യൂണിറ്റ്സിനെ നമുക്ക് പരിഗണിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് കടക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ്, സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനെ പഠിച്ചു. ഇനി അടുത്തൊരു ചോദ്യം നമ്മുടെ മുമ്പിലുള്ളത്, ഈസ് ഇറ്റ് പോസിബിൾ ടു സ്റ്റഡി പോപ്പുലേഷൻ ഓൾവേസ്? പോപ്പുലേഷൻ സ്റ്റഡി നടത്താനായിട്ട് നമുക്ക് എപ്പോഴും പറ്റുമോ? പറ്റില്ല. പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇപ്പോൾ ഇന്ത്യയിൽ പോപ്പുലേഷൻ സെൻസസ് മെത്തേഡ് ഉപയോഗിക്കുന്നത് 10 വർഷത്തിൽ ഒരിക്കലാണ് അല്ലെ? ഇന്ത്യയുടെ സെൻസസ് അത് പോപ്പുലേഷൻ സ്റ്റഡിയാണ്. കാരണം ഇന്ത്യയിലെ എല്ലാ ഇന്ത്യക്കാരെയും മീറ്റ് ചെയ്ത് എല്ലാ ഹൗസ് ഹോൾഡ്സിനെയും മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരുടെയും നമ്പർ എടുക്കുക എന്ന് പറയുന്നതാണ് സെൻസസ്. അത് വളരെ ടൈം കൺസ്യൂമിങ് ആണ്, വളരെ എനർജി ആവശ്യമുള്ളതാണ്. ഒരുപാട് വർഷത്തെ ഒരു സെൻസസ് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത സെൻസസിന് വേണ്ടിയുള്ള വർക്ക് അവർ തുടങ്ങും. സെൻസസ് നടക്കുന്നത് അവസാന വർഷത്താണ്, അതിന്റെ പ്രിപ്പറേറ്ററി വർക്ക്സ് എല്ലാം ഒരുപാട് തുടങ്ങും. അപ്പോൾ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. വളരെ ഇന്ത്യ മുഴുവൻ അത് സ്പ്രെഡ് ചെയ്ത് നടത്തുന്നത് കൊണ്ട് വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ 10 വർഷത്തിൽ ഒരിക്കലും മാത്രമേ നടത്താറുള്ളൂ. ഇപ്പോൾ പോപ്പുലേഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റഡി പോപ്പുലേഷൻ. കാരണം പോപ്പുലേഷൻ സ്റ്റഡി നടത്തുമ്പോഴാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ഒക്കെ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിലുള്ള β1ഉം β2ഉം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻറ്റയർ പോപ്പുലേഷനെ സ്റ്റഡി ചെയ്യണം. പക്ഷെ അത് നമുക്ക് എപ്പോഴും സാധ്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇൻ മോസ്റ്റ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്, ഇവിടെ നോക്ക്, ഇൻ മോസ്റ്റ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് what we have is but a sample of y values corresponding to some fixed x values. നമുക്ക് ഇൻകം നമ്മൾ നേരത്തെ ഇൻകം കൺസംഷൻ എക്സാമ്പിൾ എടുത്തപ്പോൾ നമുക്ക് 60 ഫാമിലീസിനെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ടേബിൾ 2.1 എടുക്കുകയാണെങ്കിൽ നമ്മൾ ടേബിൾ 2.1 കുറച്ച് മുമ്പിലാണ്. ദിസ് ഈസ് അവർ ടേബിൾ 2.1. ഇത് നോക്കി, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ 60 ഫാമിലീസ് ആണുള്ളത്. അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. സപ്പോസ് നമുക്ക് അതിൽ നിന്ന് ഒരു 10 സാമ്പിൾ മതിയെങ്കിൽ, 60 പേരെ പഠിക്കുന്നില്ല, 10 പേരെ മതിയെങ്കിൽ നമുക്ക് പല രീതിയിൽ സാമ്പിൾസ് എടുക്കാനായിട്ട് പറ്റും. 80 ഇൻകം ഉള്ളവരിൽ നിന്ന് ഒരാൾ നമ്മൾ എടുക്കും, 100 ഇൻകം ഉള്ളവരിൽ നിന്ന് ഒരാൾ നമ്മൾ എടുക്കും, 120 ഇൻകം ഉള്ളതിൽ നിന്ന് നമ്മൾ ഒരാളെ എടുക്കും. അങ്ങനെ നമ്മൾ 10 ഇൻകം ഫിക്സ്ഡ് ഇൻകം വാല്യൂസ് ഉണ്ട്. അതിന് നേരെ നമ്മൾ ഓരോരുത്തർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 10 സാമ്പിൾ സൈസ് കിട്ടും. അപ്പൊ നമ്മൾ 60 പേരെയും പഠിക്കുന്നില്ല, 10 പേരെ പഠിക്കുന്നു. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് 60 പേരെയും പഠിക്കാം, ബിക്കോസ് ദ നമ്പർ ഈസ് ലിമിറ്റഡ്. അതേസമയം നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങളുടെ ക്ലാസ്സിലെ ഇൻകം കൺസംഷൻ റിലേഷൻഷിപ്പ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ 18 പേരോ 19 പേരോ ഉള്ളൂ ക്ലാസ്സിൽ. ഞാനത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ മുഴുവൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ
കുറച്ചും കൂടി ടഫായി എനിക്ക് എല്ലാവരുടെയും കണ്ട് സംസാരിച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ. സെന്റ് പോൾസ് കോളേജിന് എൻറ്റയർ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് മോർ ടഫർ. ഇനി ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലെയുള്ള വിദ്യാർത്ഥികളുടെ ഇൻകം കൺസംഷൻ പഠിക്കണമെന്നുണ്ടെങ്കിലും അത് അതിനെക്കാട്ടും ടഫറായി മാറി. ഇനി കേരളത്തിലുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളുടെയും ഇൻകവും കൺസംഷൻ തമ്മിലുള്ള സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിലും അത് അതിനേക്കാളും വളരെ ടഫായി മാറി. അപ്പൊ നമ്മുടെ ഏരിയ വലുതാവുന്നതനുസരിച്ച് പോപ്പുലേഷന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ബിക്കംസ് ഇമ്പോസിബിൾ ഫോർ us ടു സ്റ്റഡി പോപ്പുലേഷൻ. സോ വി കളക്ട് ഡാറ്റ. ഇപ്പൊ ഈ ഒരു ഉദാഹരണത്തിലാണെങ്കിൽ നമുക്ക് n നമ്പർ ഓഫ് സാമ്പിൾസ് നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം പല രീതിയിലുള്ള നമുക്ക് സാമ്പിൾസ് എടുക്കാം. അപ്പൊ നമ്മൾ സാമ്പിൾ സ്റ്റഡി നടത്തിയിട്ട് എങ്ങനെ നമുക്ക് ഈ പോപ്പുലേഷൻ റിഗ്രഷനെ അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനേക്കാൾ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ബിക്കോസ് മോസ്റ്റ് ഓഫ് അവർ സ്റ്റഡീസ് വിൽ ബി സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ അനാലിസിസ്. കാരണം we are not able to consider all the units of population. നമുക്ക് പോപ്പുലേഷന്റെ എല്ലാ യൂണിറ്റ്സും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ we are constrained by time, by energy, we are constrained by everything, by our resources to study population. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? In most practical situations it is better to take a sample to study the population. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള സാമ്പിൾ നമുക്ക് കണ്ടെത്തുക, എങ്ങനെയാണ് ആ ബെറ്റർ സാമ്പിൾ ഉപയോഗിച്ചിട്ട് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുക, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച്. എങ്ങനെയാണ് സാമ്പിളിനെ സ്റ്റഡി, ഏത് സാമ്പിൾ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പോപ്പുലേഷനെ അത് ബെറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക, അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ then we have to use some techniques. അതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഏത് ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ സ്റ്റഡി നടത്താം, അല്ലെങ്കിൽ ഏത് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ നടത്തിയാലാണ് അത് PRF പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ടേബിൾ നോക്കിയാൽ ടേബിൾ 2.4ഉം 2.5ഉം ഇത് രണ്ട് സാമ്പിൾസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 60 ഫാമിലീസിൽ നിന്ന് 10 സാമ്പിൾസ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, എക്സ് വാല്യൂസ് ഫിക്സ്ഡ് വാല്യൂസ് ആണ്. എക്സ് വാല്യൂസ് ഫിക്സ്ഡ് ആണ്, രണ്ടിലും എക്സ് വാല്യൂസ് ഫിക്സ്ഡ് ആണ്. എന്താണ്? 10 ഇൻകം ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓരോ ഇൻകം ഗ്രൂപ്പിൽ നിന്നും നമുക്ക് ഓരോ ഇൻകം ഗ്രൂപ്പിൽ പല ആളുകളുണ്ട് അല്ലെ, പല ഫാമിലീസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓരോ സാമ്പിളുകൾ എടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ സാമ്പിൾ നമ്മൾ 80 ഇൻകം ഗ്രൂപ്പിൽ നിന്ന് 70 കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു ഫാമിലിനെ എടുത്തത്. രണ്ടാമത്തെ സാമ്പിളിലും 80 ഇൻകം ഗ്രൂപ്പിൽ നിന്ന് 55 ഉള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു ഫാമിലിനെയാണ് സാമ്പിൾ എടുത്തത്. രണ്ടാമത്തതോ 100 ഇൻകം ഗ്രൂപ്പിൽ നിന്ന് 65 കൺസംഷൻ എക്സ്പെൻഡിച്ചർ നടത്തുന്ന ഒരു ഫാമിലിനെയാണ് സാമ്പിളിലേക്ക് എടുത്തത്. ഈ ഒരു സാമ്പിളിലാണെങ്കിലും 100 ഇൻകം ഗ്രൂപ്പിൽ നിന്ന് 88 എന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ നടത്തുന്ന ഒരു ഫാമിലിനെയാണ് എടുത്തത്. അപ്പൊ രണ്ടിന്റെയും സാമ്പിൾസ് ഡിഫറെന്റ് ആണ്. ചില സാമ്പിൾസ്, എല്ലാ സാമ്പിൾസും ഇവിടെ ഡിഫറെന്റ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ സാമ്പിൾസും ഇപ്പുറത്തെയും രണ്ട് കേസിലും സാമ്പിൾസ് ഡിഫറൻസ് ഉണ്ട്. ഇനി ഫസ്റ്റ് സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ, ഇവിടെ നമുക്ക് മീനല്ല വരക്കുന്നത്, ഇവിടെ നമ്മൾ നേരെ ഓരോരോ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ 80 ഗ്രൂപ്പിന്റെ മീൻ അല്ല ഇത്, ആപ്പാട് നമുക്ക് അവിടെ 70 മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതൊരു കോൺസ്റ്റന്റ് ആണ്. അവിടെ നമുക്ക് അതിന്റെ മീൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് അല്ലെ, ഒരു കോൺസ്റ്റന്റിന്റെ മീൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് 80 ഇൻകം ഗ്രൂപ്പിൽ നിന്ന് ആപ്പാട് ഒരു റെപ്രസെന്റേഷനേ ഉള്ളൂ, 70. അപ്പൊ നമ്മൾ 80 ഇൻകം ഗ്രൂപ്പിൽ നമ്മൾ 70 മാർക്ക് ചെയ്യുന്നു. നമ്മുടെ SRF 1 ആണ് ഫസ്റ്റ് സാമ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? സാർ കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഇപ്പോ രണ്ട് സാമ്പിളുകൾ എടുക്കുകയാണ് ചെയ്തത്.
ഏതിൽ നിന്നാണ് നമ്മൾ എടുത്തത്? 2.1 നിന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. 2.1 എന്ന് പറയുന്ന ടേബിളിൽ നിന്ന്. ആ 2.1 നമ്മൾ ഇവിടെ നേരത്തെ കണ്ടിരുന്നു. ഇതാണ് 2.1. ഈ 2.1 നമ്മൾ എന്താ ചെയ്തത്? 2 സാമ്പിൾ എടുത്തിട്ടുണ്ട്, 2 എക്സാമ്പിളിൽ. ആദ്യത്തെ ഇന്ത്യൻ ഗ്രൂപ്പ് 80 നിന്ന് ഒരു സാമ്പിളിൽ 55 ആണ് എടുത്തെങ്കിൽ വേറെ സാമ്പിളിൽ 80 എടുത്തിരിക്കുന്നത്. ഇനി സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. ഇനി 60ഓ 65ഓ അങ്ങനെ എടുക്കാവുന്ന സാമ്പിൾ എടുക്കും. ഇനി 100 നിന്നാണെങ്കിൽ ഒരു സാമ്പിളിൽ ചിലപ്പോൾ 70 ആയിരിക്കും എടുത്തിരിക്കുക, വേറെ സാമ്പിളിൽ 88 ആയിട്ട് എടുത്തിരിക്കുക. അങ്ങനെ സാമ്പിൾ 2 ഡിഫറെന്റ് സാമ്പിളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, 2 ഡിഫറെന്റ് സാമ്പിൾ സെറ്റ്. എന്നിട്ട് അതിനെ നമ്മൾ ഒരു സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിലൂടെ നമ്മൾ താഴെ ലൈൻ സാമ്പിൾ റിഗ്രഷൻ ലൈൻ കാണിക്കുകയാണ്. ഓക്കെ, ഇത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ 2 കേസുകൾ. 80 ഇൻകം ഗ്രൂപ്പുകളാണ്, 80 തുടങ്ങി 260 വരെയുള്ള 10 ഇൻകം ഗ്രൂപ്പും അതിന് നേരെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാമ്പിളുകളുമാണ്. ഇപ്പൊ 2 സാമ്പിൾ നമുക്ക് ഇവിടെ കിട്ടി. ആദ്യത്തിൽ നമ്മൾ 70 ആണ് എടുത്തത്, രണ്ടാമത്തിൽ 80യുടെ നേരെ 55 എന്നുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു ഫാമിലി തന്നെയാണ് എടുത്തത്. ഇനി ഈ 2 സാമ്പിൾ ടേബിളുകളെയും നമ്മളിവിടെ ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം, ഇത് വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. ഇതിന് മാറ്റമുണ്ടോ? 80, 100, 120 ഇത് ഫിക്സ്ഡ് വാല്യൂസ് ആണ്. നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ അവിടെ ഫിക്സ്ഡ് വാല്യൂസ് ആണ്. വീക്ക്ലി ഇൻകം എന്ന് പറയുന്നത് നമ്മൾ 10 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, അത് ഫിക്സ്ഡ് ആണ്. ഇനി വൈ ആക്സിസിൽ നമ്മൾ എന്താണ്? നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്, അത് വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇനി നമ്മൾ ആ 2 ലൈൻ വരയ്ക്കുകയാണ്, SRF1 ഉം SRF2ഉം. SRF1 ടേബിൾ 1നെ ബേസ് ചെയ്തുകൊണ്ടും SRF2 ടേബിൾ 2നെ ബേസ് ചെയ്തുകൊണ്ടുമാണ് വരയ്ക്കുന്നത്. അപ്പൊ ഡോട്ടഡ് ലൈൻ SRF2 ആണ്. സ്ട്രെയിറ്റ് ലൈൻ രണ്ടും ലീനിയർ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. ഇത് നോക്കാം, SRF1 റിഗ്രഷൻ ബേസ്ഡ് ഓൺ ഫസ്റ്റ് സാമ്പിൾ. ഫസ്റ്റ് സാമ്പിളിലെല്ലാം ഒരു ഡോട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡോട്ടുകളെ ഫിറ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഫിറ്റ് ലൈൻ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. എല്ലാം ഡോട്ടിലൂടെ അല്ല പോകുന്നത്. നമുക്കറിയാം അതിൽ എറേഴ്സ് ഉണ്ട്, അതാണ് യു കാണിക്കുന്നതാണ് ആ എറർ എന്ന് പറയുന്നത്. ഇത് നോക്കാം, ഇവിടെ 80യുടെ നേരെ നമുക്ക് ഫസ്റ്റ് റിഗ്രഷൻ ലൈൻ ബേസ് ചെയ്തിരിക്കുന്നത് ക്രോസ് മാർക്കാണ് കേട്ടോ, ഡോട്ട് ലൈൻ അല്ല, ക്രോസ് മാർക്കുകളാണ് ഫസ്റ്റ് ഡിഗ്രി. കാരണം 80യുടെ നേരെ നമ്മൾ ഫസ്റ്റ് 70 ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. നോക്കാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 80യുടെ നേരെ ഏകദേശം 70 ഇവിടെയാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ക്രോസ് മാർക്ക് വരുന്നുണ്ട് അല്ലെ. 100ന്റെ നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 65 ആണ്. 100ന്റെ നേരെ നമ്മൾ 65 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 70, 65 നോക്കാം, 70 കഴിഞ്ഞ് പിന്നെ 65 ആണ്. അപ്പൊ ക്രോസ് മാർക്കുകളാണ് ഫസ്റ്റ് റിഗ്രഷൻ ലൈനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ എല്ലാം ആ മാർക്കിൽ കൂടിയല്ല പോകുന്നത്, അതെല്ലാം ഇൻഡിവിജ്വൽ വാല്യൂസ് ആണ് അല്ലെ. നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഈ ലൈൻ എന്ന് പറയുന്നത് റിഗ്രഷൻ ലൈനാണ്. ഇതിനെ ബെസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന ലൈനാണ്. ബെസ്റ്റ് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ പോയിന്റുകളെല്ലാം ആ പോയിന്റുകളിലൂടെ എക്സാക്ട്ലി പോകണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ കിട്ടില്ല. ആ സ്ട്രേറ്റ് ലൈനാണ് നമ്മുടെ ലീനിയർ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ലീനിയർ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ ആ ഡിസ്റ്റൻസ് ഏറ്റവും മാക്സിമം കുറയുന്ന രീതിയിൽ അതിനെയാണ് നമ്മൾ ബെസ്റ്റ് ഫിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആ എറർ ഏറ്റവും കുറവുള്ള രീതിയിലുള്ള ലൈനിനെയാണ് നമ്മൾ ബെസ്റ്റ് ഫിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസും ഇത് തമ്മിലുള്ള ആ ക്രോസ് മാർക്കുകളും ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ആവുന്ന രീതിയിൽ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ബെസ്റ്റ് ഫിറ്റ് ലൈൻ എന്ന് പറയും. ക്രോസ് മാർക്കും ലൈനും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യു എന്ന് വിളിക്കുക. ഇവിടെ യു എന്നുള്ളത് പോപ്പുലേഷൻ റിഗ്രഷൻ ആണെങ്കിൽ ഇവിടെ യു ക്യാപ്പ് എന്നായിരിക്കും ഇവിടെ വിളിക്കുക. നമ്മളത് വഴിയെ പഠിക്കാം. ഓക്കെ, സോ എറർ എന്ന് പറയുന്നത് ഏറ്റവും മിനിമൈസ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ബെസ്റ്റ് ഫിറ്റ് ലൈൻ എന്ന് വിളിക്കുക. അതേപോലെ നമ്മൾ നോക്കാം SRF2 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ടേബിളിനെ റെപ്രസെന്റ് ചെയ്താണ് SRF2 വെച്ചിരിക്കുന്നത്. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ 2. 80യുടെ നേരെ 55 ആണ് വന്നിരിക്കുന്നത് അല്ലെ. 80യുടെ നേരെ 55. ഇതാണ് ഡോട്ട് മാർക്കാണ്. ഡോട്ട് മാർക്കുകളാണ് SRF2നെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നോക്കിയാൽ അറിയാൻ പറ്റും 100ന് നേരെ 88. അപ്പൊ 100ന്റെ നേരെ ഡോട്ട് മാർക്ക് നോക്കാം 88. 120യുടെ നേരെ നോക്കുക 90. ഏകദേശം അടുത്തടുത്ത് 120യുടെ നേരെ 90. ഇനി 140യുടെ നേരെ 80 അല്ലെ.
140യുടെ നേരെ ഡോട്ട് മാർക്ക് നോക്കുക, ഏകദേശം 80. 160യുടെ നേരെ വളരെ ഹൈ വാല്യൂ ആയിരിക്കും. 160യുടെ നേരെ 118 നോക്കുക, 160യുടെ നേരെ 118. 180യുടെ നേരെ അതിനേക്കാളും ഹയർ ആയാണ് അല്ലെ, 180യുടെ നേരെ 120. സി 200 നേരെ 140 അടുത്തുണ്ട്, 145. 200 നേരെ 145. 220യുടെ നേരെ 135. അതേപോലെ 240യുടെ നേരെ 145. 260യുടെ നേരെ നോക്കുക 175, ഏകദേശം 175യുടെ നേരെ. അപ്പൊ ഈ ഡോട്ടുകളെല്ലാം ബെസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന ലൈനാണ് ആ ഡോട്ടഡ് ലൈനായിട്ട് വരച്ചിരിക്കുന്നത്. ഈ ഡോട്ടഡ് ലൈനുകളെയാണ് നമ്മൾ SRF2 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഈ ഡോട്ട് മാർക്കുകളും ഈ ഡോട്ടഡ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ആയിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ബെസ്റ്റ് ഫിറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഈ ഡോട്ട് മാർക്കുകളും ഡോട്ടഡ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതാണ് ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ്, ഇതാണ് ഇവിടുത്തെ ഒരു ഡിസ്റ്റൻസ്, ഇത് നോക്കുക, ഇതും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് ഏറ്റവും കുറവായിട്ട് വരക്കുന്ന ആ ഡിസ്റ്റൻസുകൾ ഏറ്റവും കുറവായിട്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ ബെസ്റ്റ് ഫിറ്റ് ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്ന് വിളിക്കുക. ഈ കൺസെപ്റ്റ് നമ്മൾ OLS-ലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ റിഗ്രഷൻ ലൈൻ. അപ്പൊ നമുക്ക് നമ്മളിവിടെ പറഞ്ഞു വന്നത് 2 റിഗ്രഷൻ ലൈൻ ഉണ്ട്, SRF1 SRF2. ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഹലോ സ്റ്റുഡൻസ്. ഓക്കെ, ശരി. ഈ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കണോട്ടോ, ഡോണ്ട് വറി, നിങ്ങൾക്ക് ചോദിക്കാം, ഞാനപ്പോൾ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ സ്പീക്കർ ഫോൺ ഓൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, സാർ അത് ആ ഒരു ഏരിയ ഒന്നുകൂടി പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞുതരും. ഓക്കെ, സോ പ്ലീസ് ആസ്ക്, എന്നാലേ നമുക്കത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാനിവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പോപ്പുലേഷൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടേബിൾ 2.1-ൽ, അതിൽ നിന്ന് 2 സാമ്പിൾ എടുക്കുകയാണ്. അതായത് ഒരു സാമ്പിളിൽ 10, അടുത്ത സാമ്പിളിലും 10. എക്സ് കാണിക്കുന്നത് എന്താണ്? ഇൻകം ഗ്രൂപ്പാണ്, അതിന് മാറ്റൂല. പഴയ ടേബിളിലുള്ള പോലെ തന്നെ നമ്മൾ പഴയ ടേബിളിൽ എക്സ് നമ്മൾ എങ്ങനെയാണ് വരച്ചിരുന്നത്, നമ്മൾ റോ ആയിട്ടാണ് വരച്ചിരുന്നതെങ്കിൽ ഇവിടെ കോളം ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇവിടെ വൈ എന്താണ്? വൈ കാണിക്കുന്നത് ഒരു സാമ്പിൾ ആണ്, ഓരോ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു സാമ്പിൾ എടുക്കുകയാണ്. ഇവിടെ അത് തന്നെ വേറെ സാമ്പിൾ ആണ്. 10 എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി 2 സാമ്പിൾ സൈസിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള 2 ബെസ്റ്റ് ഫിറ്റ് ലൈൻ വരച്ചു, അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ വരച്ചു. അതാണ് ഒന്നാമത്തത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഡോട്ടഡ് അല്ല, സ്ട്രെയിറ്റ് ലൈൻ. 2 സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒന്ന് ഡോട്ട് ഇല്ലാത്ത ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ, അത് SRF1 SRF2. അപ്പൊ ഇനിയും നമ്മൾ സാമ്പിൾ കൂട്ടുന്നതനുസരിച്ച് നമുക്ക് വേറെയും SRF ലൈനുകൾ, സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ലൈനുകൾ കിട്ടും. ഇതിലേതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഏതാണ് PRF-മായി ഏറ്റവും മാച്ച് ചെയ്യുന്നത്? ആ സാമ്പിൾ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ട സാമ്പിൾ. അതായത് PRF ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്, PRF ലൈൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷന്റെ ലൈൻ എന്ന് പറയുന്നത് ആ ടേബിളിനെ ബേസ് ചെയ്ത് ഇതാണ് ആ ലൈൻ, ദിസ് വൺ. ഇത് നോക്കാം, ഇതാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. ഇത് നമുക്ക് പോപ്പുലേഷൻ മുഴുവൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ കിട്ടി. അപ്പൊ പ്രഡിക്ഷൻ കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ സാമ്പിൾ എടുത്ത് പഠിച്ചാൽ നമുക്ക് രണ്ട് സാമ്പിൾ എടുത്തപ്പോൾ തന്നെ 2 സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ കിട്ടി. ഇത് കണ്ടോ, 2 സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ കിട്ടി. ഇതിൽ ഏതാണ് PRF-മായി ഏറ്റവും മാച്ച് ചെയ്യുന്നത്, ആ സാമ്പിൾ ആയിരിക്കും ഏറ്റവും നല്ല സാമ്പിൾ എന്ന് പറയുന്നത്. കാരണം PRF-നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ, പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ സാമ്പിൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാമ്പിൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാവണം സാമ്പിൾ. അപ്പൊ നല്ല സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും നല്ല രീതിയിൽ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിൾ ആണ് ഏറ്റവും നല്ല സാമ്പിൾ. നമുക്ക് n നമ്പർ ഓഫ് സാമ്പിൾ നമുക്ക് ഈ പോപ്പുലേഷൻ കിട്ടും. 60 പേരുള്ള യൂണിറ്റിൽ നിന്ന് തന്നെ നമുക്ക് n നമ്പർ ഓഫ് സാമ്പിൾസ് കിട്ടും. ബട്ട് ദ സാമ്പിൾ വിച്ച്
approximately represent the population is the best sample. പോപ്പുലേഷനെ ഏറ്റവും നന്നായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിൾ ആയിരിക്കണം ഏറ്റവും ബെസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്നത്. ആ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ആയിരിക്കും പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷന്റെ ഏറ്റവും നന്നായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എന്നാലും പോപ്പുലേഷൻ റിഗ്രഷൻ ലൈനിന്റെ എക്സാക്ട്ലി ഈക്വൽ ആവണമെന്നില്ല സാമ്പിൾ റിഗ്രഷൻ ലൈൻ. അത് വളരെ റയറായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പോപ്പുലേഷൻ റിഗ്രഷൻ ലൈനും സാമ്പിൾ റിഗ്രഷൻ ലൈനും കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സാമ്പിളിന് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാം. അതാണ് സാമ്പിൾ റിഗ്രഷൻ ലൈൻ ചെയ്യുന്നത്. ഇവിടെ നോക്കാം, സാമ്പിൾ റിഗ്രഷൻ ലൈൻസ് റെപ്രസെന്റ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ. But because of the sampling fluctuation, they are at best an approximation of true PR. Population regression ഒരു അപ്രോക്സിമേഷൻ മാത്രമേ ആവുന്നുള്ളൂ. ഒരു അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഏകദേശ രൂപം മാത്രമേ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷന് ലൈനിന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി എന്താണ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ നോക്കാം. ഇറ്റ് ഈസ് നമ്മൾ എങ്ങനെ എഴുതുന്നത്, സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനെ എങ്ങനെ എഴുതുന്നത് നോക്കാം. So a sample regression function is written as yi cap is equal to beta 1 cap plus beta 2 cap xi. എല്ലാത്തിനെയും മുകളിൽ നമ്മളൊരു ക്യാപ്പ് ഇടുന്നുണ്ട്. yi cap എന്ന് പറയുന്നത് എസ്റ്റിമേറ്റർ ഓഫ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് yi given xi. ഇത് നോക്കാം, ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനിലെ വൈനെ നമ്മൾ എഴുതുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് എന്നാണ്. മീനാണ് ഇത്, മീനാണ്. പോപ്പുലേഷനിലെ വൈയുടെ മീനിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ എസ്റ്റിമേറ്റർ ആണ്. സാമ്പിളിലൂടെ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ പോപ്പുലേഷൻ നമ്മൾ ചെയ്യുന്നില്ലല്ലോ, കാരണം പോപ്പുലേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല, പിന്നെ സാമ്പിൾ എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ സാമ്പിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇതിന്റെ എസ്റ്റിമേറ്റർ തന്നെയാണ്, സാമ്പിളിൽ നിന്ന് നമ്മൾ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന എസ്റ്റിമേറ്റർ തന്നെയാണ് നമ്മൾ yi cap എന്ന് വിളിക്കുന്നത്. എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്, ഒരു മെത്തേഡാണ്. എങ്ങനെ ഈ സംഭവം എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. ഒരു ഫോർമുല, ഒരു മെത്തേഡ്, അതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. സോ yi cap എന്ന് പറയുന്നത് the estimator of expected value of y given xi. ഞാൻ ഒന്നുകൂടി പറയാം, ഇതാണ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. നോക്കാം, അത് മറ്റേ ഞാൻ വൈറ്റ് ബോർഡിൽ എഴുതാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മള് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് PRF? നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. PRF നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y given xi is equal to beta 1 plus beta 2 xi. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. അതായത് വൈന്റെ മീൻ എക്സ് തന്നിരുന്നാൽ വൈന്റെ മീൻ എന്ന് പറയുന്നത് beta 1 plus beta 2 xi ആണ്. ഇത് ട്രൂ ആയിട്ടുള്ള പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് ആണ്, ഇതെല്ലാം പോപ്പുലേഷൻ ആണ്. ഇനി സാമ്പിൾ എടുത്തിട്ട് പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ആയി. നമ്മൾ സാമ്പിൾ എടുത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിനെ എഴുതുന്നത് എങ്ങനെയാണ്? സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ എഴുതുന്നത് yi cap. സാമ്പിൾ എടുത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ yi cap എന്ന് വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ yi capനെ കുറിച്ച് പറഞ്ഞിരുന്നു. പോപ്പുലേഷൻ റിഗ്രഷൻ ആണ്. എല്ലാ യൂണിറ്റും നമ്മൾ പഠിക്കുകയാണെങ്കിൽ
നമ്മൾ എഴുതുന്നത് വൈൻ്റെ മീനിനെ എഴുതുന്നത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വൈ ഗിവൺ എക്സ് എന്നാണ്. അതേസമയം നമ്മൾ സാമ്പിൾ മാത്രമാണ് വൈൻ്റെ സാമ്പിൾ എടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ വൈൻ്റെ മീൻ എന്ന് പറയുന്നത് വൈ ഐ ക്യാപ് ഇസിക്കൽ ടു ബീറ്റ. നമ്മൾ എന്ത് എഴുതും അപ്പോൾ? ബീറ്റ സാമ്പിൾ ആയതുകൊണ്ട് ബീറ്റ 1 ക്യാപ്. ട്രൂ ബീറ്റ അല്ല, അതായത് പോപ്പുലേഷൻ ബീറ്റ 1 അല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ക്യാപ് ഇടുന്നത്. സോ ഇഫ് ദ ക്യാപ് ഓർ ഹാറ്റ് കംസ് then it means it is a sample ആണെന്നാണ് അർത്ഥം. സോ ഇത് ബീറ്റ 2 എന്ന് പറയുന്നത് ബീറ്റ 2 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അത് പോപ്പുലേഷൻ ആണ്, എല്ലാ പോപ്പുലേഷനും പഠിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ബീറ്റ 2 ക്യാപ്പ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സാമ്പിൾ സ്റ്റഡിയിലൂടെ കിട്ടുന്നതാണ്. എക്സ് ഐക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? പോപ്പുലേഷനിലും സാമ്പിളിലും എന്തെങ്കിലും മാറ്റമുണ്ടോ? എക്സ് ഐക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? പോപ്പുലേഷൻ ആണെങ്കിലും സാമ്പിൾ ആണെങ്കിലും എക്സ് ഐയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഹലോ സ്റ്റുഡൻസ്, നിങ്ങൾ അവിടെ തന്നെ? എക്സ് ഐക്ക് മാറ്റൂല. എക്സ് ഐ എന്ന് പറയുന്നത് മാറ്റൂല. എക്സ് നോക്ക്, എക്സ് ഐ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണെങ്കിലും സാമ്പിൾ ആണെങ്കിലും നമ്മൾ എക്സ് ഐക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? 80, 100, 120, 140, 160, 150, 200 അങ്ങനെ 260 വരെ അത് പോപ്പുലേഷനിലുണ്ട്. 10 സാമ്പിൾ ആയിട്ട് 10 യൂണിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് എക്സിനെ. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ എക്സിന് ക്യാപ് ഇടേണ്ട കാര്യമുണ്ടോ? എക്സിന് നമ്മൾ ക്യാപ് ഇടുന്നില്ല. പക്ഷെ വൈ അങ്ങനെയല്ല. വൈ എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സ്പെക്ടഡ് ഇത് എങ്ങനെ കിട്ടിയത്? ഈ എക്സ്പെക്ടഡ് വാല്യൂ എങ്ങനെയാണ് കിട്ടിയത്? വൈ ഗിവൺ എക്സ് ഐ എങ്ങനെ കിട്ടിയത്? എക്സ് പറഞ്ഞോളൂ. ടോട്ടൽ എടുത്തിട്ട് ടോട്ടൽ പോപ്പുലേഷൻ. യെസ്, ടോട്ടൽ പോപ്പുലേഷൻ അല്ല, ഒരു എക്സിന്റെ നേരെയുള്ള വൈനെ മുഴുവൻ ടോട്ടൽ എഴുതും, ഓരോ എക്സിന്റെ നേരെയുള്ള വൈനെ മുഴുവൻ ടോട്ടൽ എഴുതും. അതാണ് ഗിവൺ എക്സ് ഐ എന്ന് പറയുന്നത് അല്ലെ. എന്നിട്ട് ഡിവൈഡഡ് ബൈ അതിന്റെ ആ വരുന്ന എത്രയാണോ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് പോപ്പുലേഷൻ മീൻ കിട്ടുകയാണ്. ഇത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ എക്സ് തന്ന് ഗിവൺ ആണ്. എക്സിന്റെ നേരെയുള്ള വൈന്റെ എല്ലാ വൈ എടുക്കുന്നുണ്ടോ അവിടെ? ഇല്ല, നമ്മൾ സാമ്പിൾ ആണ് എടുക്കുന്നത് അവിടെ. ഇപ്പൊ നമ്മൾ നേരത്തെ കേസിൽ ഒരു സാമ്പിൾ എടുത്തത്, ചിലപ്പോൾ നമ്മൾ 2 സാമ്പിൾ ആയിരിക്കും എടുക്കുക, അല്ലെങ്കിൽ 3 സാമ്പിൾ ആയിരിക്കും എടുക്കുക. അപ്പൊ ആ സാമ്പിളിന്റെ മാത്രം നമ്മൾ മീൻ കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വൈ ഐ ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ എല്ലാ എക്സിന്റെ നേരെയുള്ള എല്ലാ വൈ എടുക്കുകയാണ്. ഇവിടെയാണെങ്കിലോ എക്സിന്റെ നേരെയുള്ള കുറച്ച് വൈ അല്ലെങ്കിൽ ഒരു വൈ അതിനെ മാത്രം റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വൈ ഐ ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ബീറ്റ 1ഉം ബീറ്റ 2ഉം കാണുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി കാണുന്നതെല്ലാം സാമ്പിൾ ആണ്, സാമ്പിൾ റിഗ്രഷൻ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എസ്റ്റിമേറ്റർ ഓഫ് ബീറ്റ 1ഉം എസ്റ്റിമേറ്റർ ഓഫ് ബീറ്റ 2 ആണ്. ബീറ്റ 1 ക്യാപ്, ബീറ്റ 2 ക്യാപ്. എക്സിന് മാറ്റൂല. എക്സ് നമുക്ക് പോപ്പുലേഷനിലും സാമ്പിളിലും എല്ലാം എക്സ് മാറ്റൂല. അപ്പൊ നമുക്ക് ഈ ബീറ്റ 1 നമ്മൾ കണ്ടെത്തിയിട്ട് അതെങ്ങനെ ഇത് നമുക്ക് അൺനോൺ ആയിരിക്കും. അപ്പൊ കാരണം നമ്മൾ ബീറ്റ 1ഉം ബീറ്റ 2ഉം നമ്മൾ ഫൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പോപ്പുലേഷൻ കോഎഫിഷ്യൻസ് എല്ലാം നമുക്ക് അൺനോൺ ആണ്. കാരണം നമുക്ക് അത് മുഴുവൻ കണ്ടെത്താൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയെ മുഴുവൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന വെച്ചു, നമുക്ക് ഡാറ്റ മുഴുവൻ കിട്ടാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ നമുക്ക് പോപ്പുലേഷന്റെ ബീറ്റ 1 ബീറ്റ 2 എന്താണെന്നൊക്കെ അറിയാൻ പാടില്ല. നമുക്ക് അൺനോൺ ആണ്, നമുക്ക് അറിയാൻ പാടില്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത് അൺനോൺ ആണെങ്കിലും അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ബീറ്റ 1 ക്യാപ്പും ബീറ്റ 2 ക്യാപ്പും കിട്ടണം. അവിടെയാണ് നമ്മുടെ എക്കണോമെട്രിക് സ്റ്റഡിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്ത് മെത്തേഡ്സ് ആണ് എക്കണോമെട്രിക്സിൽ ഉപയോഗിക്കുന്നത്? അതാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. PRF എന്ന് പറയുന്നത് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ, SRF എന്ന് പറയുന്നത് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ആൻഡ് വി വിൽ ബി ഫോക്കസിങ് മോർ ഓൺ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് റിയലിസ്റ്റിക് സ്റ്റഡി. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് സാമ്പിൾ എടുത്ത് പഠിക്കുന്നതുകൊണ്ട് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ഇനി ഈ മോഡലിനെ, ഇത് നമ്മുടെ ഒരു മോഡലാണ് അല്ലെ. ഈ മോഡലിനെ നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞേ. സ്റ്റോക്കാസ്റ്റിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? അതിന്റെ കൂടെ UI ചേർക്കണം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ UI ചേർക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്തായിരിക്കും എഴുതുക? ഇവിടെ എന്തായിരിക്കും എഴുതുക? ഈ ഭാഗത്ത് എന്തായിരിക്കും എഴുതുക? ശരിയാണ്, നമ്മൾ UI ചേർക്കണം. β1 cap plus β2 cap xi പ്ലസ് ഈ UI എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇതിനെ നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ എഴുതി നമ്മളിപ്പോൾ എഴുതിയിട്ടില്ല. അവിടെ നമ്മൾ ഇവിടെയാണ് നമ്മൾ UI ചേർത്തിരുന്നത് അല്ലെ. ഇവിടെ സാമ്പിൾ എടുക്കാൻ നേരത്ത് നമ്മൾ UI എന്നല്ല പറയുന്നത്, മറിച്ച് നമ്മൾ ഇവിടെ പറയാം UI ക്യാപ്പ് എന്ന് പറയാം. അവിടെയും എറർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മുഴുവൻ എടുത്തിട്ടുള്ളതല്ലോ, സാമ്പിൾ എടുത്തിട്ടുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ UI ക്യാപ്പ് എന്നാണ് പറയാം. അതിൽ ഈ എററിനും ഈ എററിനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, നമുക്ക് പഠിക്കാം അത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും എഴുതാം? ഇവിടെ നമ്മൾ എഴുതുന്നത് ഇൻഡിവിജ്വൽ വാല്യൂ ആണ്. ഇവിടെ നമുക്ക് വ്യത്യാസമില്ല, YI തന്നെ എഴുതും. YI നേരത്തെ എഴുതിക്കുന്ന പോലെ തന്നെ YI. അപ്പോൾ ഒരു YI എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? നമ്മൾ നേരത്തെ UI ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? YI മൈനസ് expected value of y given x. Yes, y given xi. അതല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? β1 plus β2 xi എന്ന് എഴുതാം അല്ലെ. അപ്പോ YI എങ്ങനെയാണെന്ന് എഴുതിയത് നമുക്കറിയാം അല്ലെ. YI എങ്ങനെയാണ് എഴുതിയത് നമുക്കറിയാം. ഇത് പോപ്പുലേഷൻ റിഗ്രഷൻ ആണ്. YI എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? ഇതിന് പകരം നമ്മൾ ഇത് എഴുതിയെന്ന് വെച്ചു, കാരണം ഇത് രണ്ടും സെയിം ആണല്ലോ. ഇത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് അല്ലെ. ഇത് രണ്ടും ഈക്വൽ ആയത് നമ്മൾ എന്ത് എഴുതി? β1 പ്ലസ് β2 xi പ്ലസ് നമ്മൾ എന്ത് ചെയ്തു? ഈ UI. ഇത് പോപ്പുലേഷൻ റിഗ്രഷൻ ആകുമ്പോഴാണ് UI നമ്മൾ എഴുതുക അല്ലെ. സാമ്പിൾ റിഗ്രഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ക്യാപ്പ് ഇടണം. കാരണം എന്താ, നമ്മൾ എല്ലാ പോപ്പുലേഷനെയും മുഴുവൻ സ്റ്റഡി ചെയ്തിട്ടില്ല, സാമ്പിൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. സോ YI ഈസ് ഈക്വൽ ടു β1 ക്യാപ് പ്ലസ് β2 ക്യാപ് xi പ്ലസ് UI ക്യാപ്. ഇതാണ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനും പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഇത് നോക്കാം, ഓരോ സാമ്പിൾ എടുക്കുമ്പോഴും ഓരോ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനാണ് കിട്ടുക. നമുക്ക് ഏത് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനാണ് എടുക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കുക. സോ ഇതിനെ വിളിക്കുന്ന പേരുകൾ നോക്കാം. YI ക്യാപ് ഈസ് എസ്റ്റിമേറ്റർ ഓഫ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi. β1 ക്യാപ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റർ ഓഫ് β1. β2 ക്യാപ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റർ ഓഫ് β2. ഇനി എന്താണ് എസ്റ്റിമേറ്റർ എന്ന് നോക്കാം. എസ്റ്റിമേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്. സ്റ്റാറ്റിസ്റ്റിക് എന്നും എസ്റ്റിമേറ്റർ എന്നും പറയുന്ന ഒന്ന് തന്നെയാണ്. ഇനി എന്താണത്? എ റൂൾ ഓർ എ ഫോർമുല ഓർ എ മെത്തേഡ് that tells you how to estimate population parameter from the information provided by the sample at hand. β1 ക്യാപ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ β2 ക്യാപ് എന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ള സാമ്പിൾ വെച്ചിട്ട് പോപ്പുലേഷൻ പാരാമീറ്റർ ആയിട്ടുള്ള β1നെയും β2നെയും എങ്ങനെ കണ്ടെത്താമെന്ന് കാണിക്കുന്ന ഫോർമുലയാണ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് കണ്ടെത്തുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റിമേറ്റ്. ഈ ഫോർമുല ഉപയോഗിച്ച് β1 ക്യാപ് ഉപയോഗിച്ചിട്ട്, ഇതൊരു ഫോർമുലയാണ്. ഈ ഫോർമുല നമ്മൾ വഴിയെ പഠിക്കും, അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഫോർമുലയാണ് പഠിക്കുന്നത്. സോ ഈ β1 ക്യാപ്പിന്റെ β1 പോപ്പുലേഷൻ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ഇന്റർസെപ്റ്റ് β1നെ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് നമ്മൾ β1 ക്യാപ് എന്ന് വിളിക്കുന്നത്. ഫോർമുല നമ്മൾ വഴിയെ പഠിക്കും. β2 സ്ലോപ്പ് പാരാമീറ്റർ, പോപ്പുലേഷൻ പാരാമീറ്ററിനെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഫോർമുല, റൂൾ ഓർ മെത്തേഡ്, അതിനെയാണ് നമ്മൾ β2 ക്യാപ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് YI എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ നമ്മൾ YI ക്യാപ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റർ ഓഫ് എക്സ്പെക്ടഡ് വാല്യൂ, അതായത് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനിലുള്ള Yയുടെ മീനിനെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് YI ക്യാപ് എന്ന് പറയുന്നത്.
സോ നമുക്ക് വഴി അത് പഠിക്കാം. അപ്പോൾ ഇതാണ് ഇത് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ദെൻ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ എഴുതുമ്പോൾ ഇവിടെ ക്യാപ്പ് എഴുതില്ല, മറിച്ച് എന്ത് ചെയ്തു, YI എഴുതും. YI എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ YI ക്യാപ്പ് എന്ന് പറയുന്നത്. കാരണം YI ക്യാപ്പ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ദിസ് ഈസ് അവർ YI ക്യാപ്പ്. ഇത് YI ക്യാപ്പ് പ്ലസ് UI ക്യാപ്പ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇവിടെ YI ഈസ് ഈക്വൽ ടു YI cap plus UI cap. YI is equal to, ഇത് നോക്കാം, ഇതാണ് നമ്മുടെ YI എന്ന് പറയുന്നത്, ഇത്രയും ഭാഗമാണ് YI. ഇത് അതിന്റെ കൂടെ UI എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. നമ്മൾ നേരത്തെ പോപ്പുലേഷൻ റിഗ്രഷനിൽ പറഞ്ഞ പോലെ ഇതിന്റെ മീനും 0 ആയിരിക്കും. അതായത് YI ക്യാപ്പ് എന്ന് പറയുന്നത് ഈ YIകൾ കുറച്ച് YIകൾ ഉണ്ടാവും, അത് YI ക്യാപ്പിന്റെ ക്ലസ്റ്റർ ചെയ്തിട്ടായിരിക്കും കിടക്കുക, മുകളിലും താഴെയായിട്ട് ക്ലസ്റ്റർ ആയിട്ടായിരിക്കും കിടക്കുക. ആ ഡിഫറൻസുകളുടെ എല്ലാം സം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എറർ 0 കിട്ടും. സം ടോട്ടൽ എടുത്ത 0 കിട്ടും. സോ ഡിവൈഡഡ് ബൈ ദ നമ്പർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി 0 ആവും. അപ്പോൾ YI ക്യാപ്പ് 0 ആയിരിക്കും. ഓക്കെ, സോ ഈ വ്യത്യാസം നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ എഴുതിയത് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ, അതിനെ നമ്മൾ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കാൻ നേരത്തെ ഇവിടെ ഈ ഒരു കാര്യം നോക്കാം, ഇത് ഇവിടെ ഈസിക്കൽ ടു അല്ല, മറിച്ച് ഇവിടെ പ്ലസ് ആണ് വരുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഈസിക്കൽ ടു ആണ് എടുക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇത് PRF ആണ്, ഇത് PRF, ഇത് SRF ആണ്. ഇത് SRFന്റെ ഈ ഭാഗത്ത് ഈസിക്കൽ ടു അല്ല, മറിച്ച് പ്ലസ് ആണ്. നമ്മൾ ഇവിടെ എഴുതിക്കുന്ന പോലെ ഇതാണ് SRF. ഇത് സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ എഴുതുമ്പോഴും ഇത് ഇങ്ങനെയാണ്, ഇവിടെ പ്ലസ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈസിക്കൽ ടു, അത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതാണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമപ്പ് ചെയ്യാം. ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ? ഓക്കെ, ശരി. ഞാൻ ഇന്ന് സമപ്പ് ചെയ്യാണ്, ക്ലാസ് തീർക്കുകയാണ്. നമ്മൾ ഇന്ന് എടുത്തത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ് ടൈം. 7 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞ് 7 പോയിന്റ്സ് കാരണമാണ് നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ടൈം സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വളരെ സുപ്രധാനമായ കാര്യത്തിലൂടെ കടന്നു, SRF സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിലേക്ക് കടന്നു. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ, സാമ്പിളിലൂടെ മാത്രമേ നമുക്ക് പോപ്പുലേഷനെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ നിയർലി ഇമ്പോസിബിൾ ടു സ്റ്റഡി. അതുകൊണ്ട് നമ്മൾ ആദ്യം ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ഓഫ് 60 ഫാമിലീസ് ഇൻ എ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത്, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കമ്മ്യൂണിറ്റിയാണ്. 60 പേരൊക്കെയുള്ള കമ്മ്യൂണിറ്റികൾ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പിൾ റിഗ്രഷൻ സ്റ്റഡിയെ നമുക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ പോപ്പുലേഷൻ റിഗ്രഷനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആയിരിക്കണം സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ഞാൻ 2 സാമ്പിളുകൾ എടുത്ത് കാണിച്ചു. 2.1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ടേബിളിൽ നിന്ന് 2 സാമ്പിൾ എടുത്ത് കാണിച്ചു. 2 സാമ്പിളിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 2 സാമ്പിൾ റിഗ്രഷൻ ലൈൻ വരച്ചു. രണ്ടും രണ്ടാണ്. ഇനി ഈ രണ്ടും വെച്ച് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈനായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഏതായിരിക്കണം ഏറ്റവും ബെസ്റ്റ് സാമ്പിൾ റിഗ്രഷൻ എടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ നമ്മൾ എഴുതി, അതിന്റെ ഫോമിൽ എഴുതി. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനും നമ്മൾ എഴുതുമ്പോഴും വ്യത്യാസമുണ്ട്. നമ്മൾ YI ക്യാപ്പാണ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. YI hat എന്നോ YI ക്യാപ്പ് എന്നോ പറയാം. ഞാൻ YI ക്യാപ്പ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി റെഡ് ആസ് Y hat or Y ക്യാപ്പ്, 2 പേരിലും പറഞ്ഞാലും കുഴപ്പമില്ല. ഹാറ്റ് എന്നോ ക്യാപ്പ് എന്നോ പറയാം. അപ്പൊ നമ്മൾ β1 ക്യാപ്പ്, β2 ക്യാപ്പ്, XI, അതിനെ നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഫോമിലേക്ക് എഴുതിയപ്പോഴും YI ഈസ് ഈക്വൽ ടു β1 പ്ലസ് β1 ക്യാപ്പ് പ്ലസ് β2 ക്യാപ്പ് XI പ്ലസ് UI ക്യാപ്പ് എന്ന് എഴുതി. ഇനി ഈ ക്യാപ്പ് വരുന്നതെല്ലാം എസ്റ്റിമേറ്റേഴ്സ് ആണ്. എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഫോർമുലയാണ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ β1 കണ്ടെത്താൻ വേണ്ടി സാമ്പിൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നതിന് ഫോർമുലയാണ്
എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ β2-നെ കണ്ടെത്താനായിട്ട് സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ച് നടത്തുന്ന ഫോർമുലയാണ് നമ്മൾ β2 ക്യാപ്പ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y ഗിവൺ xi-നെ സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ച് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് yi ക്യാപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിന്റെ സ്റ്റോക്കാസ്റ്റിക് ഫോമിലൊക്കെ എഴുതുമ്പോൾ ui ക്യാപ്പും കൂടി വരും. ഇനി ആ PRF-ഉം SRF-നെയും നമ്മൾ ഇവിടെ എഴുതി. ഇത് ഇവിടെ ക്യാപ്പില്ല ഒന്നിനും, അന്ന് ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ക്യാപ്പാണ് എഴുതുന്നത്. ഇവിടെ പ്ലസ് സൈൻ ഉണ്ട്, അത് മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ എടുക്കുക. നിങ്ങൾ